ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ്ടെക് IT കേരളയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നതിനെ കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ വെബ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രസ് എന്നത്. വേർഡ് പ്രസ്സിനെ നമ്മൾ CMS എന്ന് വിളിക്കുന്നു, അതായത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് കണ്ടന്റിനെ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മൾ കോഡിങ്ങിലേക്കൊന്നും പോകാതെ തന്നെ ഈസിയായി കണ്ടന്റിനെ ചേഞ്ച് വരുത്താൻ കഴിയും. ആദ്യമായി നമ്മൾ എങ്ങനെയാണ് വേർഡ് പ്രസ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബ്രൗസറിലേക്ക് പോയി ബെറ്റ്നാമി വേർഡ് പ്രസ്സിനായി തിരയുക. ശേഷം എൻ്റർ അമർത്തുക. അതിനുശേഷം ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ കാണുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം, അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ തുറന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആവും. സോ വേർഡ് പ്രസ് സൈറ്റിൻ്റെ ലോഗോയിൻ വിശദാംശങ്ങൾ നൽകേണ്ട ഒരു പേജാണിത്. അതിനാൽ നിങ്ങളുടെ പേരും ഇമെയിൽ വിലാസവും നൽകുക. നമ്മൾ വേർഡ് പ്രസ്സിൽ നൽകുന്ന യൂസർ നെയിമും പാസ്വേഡും ഓർമ്മിച്ചു വെക്കുക. എപ്പോഴും വേർഡ് പ്രസ് സൈറ്റിൽ പ്രവേശിക്കുന്നതിന് ഈ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേജ് കാണാൻ കഴിയും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേർഡ് പ്രസ് ലോഗോൺ ചെയ്യുന്നതിനു വേണ്ടി സെർച്ച് ബാറിൽ ലോക്കൽ ഹോസ്റ്റ് /wordpress/logoin എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അവിടെ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്ത് ലോഗിൻ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേർഡ് പ്രസ് ഡിസൈൻ സെക്ഷനിൽ എത്തിയിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് വേർഡ് പ്രസ്സിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, സൈനിങ് ഓഫ്.